Welcome to CSIR JRF Next Examination Class, General Aptitude Paper, Lesson number 22, Calendar Test. Calendar Test, and this is General Aptitude 42th class, 42nd class, Calendar Test. When we study Calendar Test, we have to understand some important points. These points are very simple, and we have to remember these points in order to do most of the problems. And 1 year it is 365 days, that is 52 days and 1 day extra, 52 weeks and 1 day extra. And this extra day is called odd day, day. 1 year is 365 days, that is 52 weeks and 1 day extra. 1 leap year is 366 days, that is 52 weeks and 2 day extra. Every fourth year is a leap year, that is years divisible by 4 are leap years. Leap years contain in the month of February 29 days. 2012, 2016 and 2020 are leap years. But another important point is 100th year is not a leap year. 100th year is not a leap year. That is, if an year is divisible by 100, it is not a leap year. For example, 1900, 2100 and 2200 AD are not leap years. Every 400th year is a leap year. That is 2000 and 2400 AD are leap years. Even though 2000 is divisible by 100, 2000 is divisible by 4, 2000 is divisible by 100, it is not a leap year. We have seen that 100th year is not a leap year. 1900, 2100 are not leap years. In that sense, we can say 2000 is a leap year, but it is not correct. Every 400th year is a leap year. 2000 and 2400 are multiple of 400, so they are leap years. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന പ്രോബ്ലംസ് പഠിക്കണമെങ്കിൽ ചില സിമ്പിൾ പോയിന്റ്സ് ഓർത്തിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്, 52 ആഴ്ചയും ഒരു ദിവസവും. ആ ഒരു ദിവസത്തെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ ഡേ അല്ലെങ്കിൽ ഓഡ് ഡേ എന്ന് പറയും. ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ അതിന് 366 ദിവസമുണ്ട്, 52 ആഴ്ചയും 2 ഓഡ് ഡേയ്സും ഉണ്ട്. പിന്നെ ഉള്ള പോയിന്റ്, ഓരോ 4 വർഷം കഴിയുമ്പോഴും ലീപ്പ് ഇയർ വരും, അല്ലെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന വർഷങ്ങൾ അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന വർഷങ്ങൾ, അവയെല്ലാം ലീപ്പ് ഇയർ ആണ്. 2012, 2016, 2020 AD ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് 366 ദിവസം കാണും, ഫെബ്രുവരിക്ക് 29 ദിവസങ്ങളുണ്ടാകും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉള്ളത്, 100th ഇയർ ഇസ് നോട്ട് എ ലീപ്പ് ഇയർ. 100ാമത്തെ വർഷം ലീപ്പ് ഇയർ അല്ല. 100ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന വർഷങ്ങൾ ലീപ്പ് ഇയർ അല്ല. ആ കാരണം കൊണ്ട് 1900, 2100, 2200 പോലെയുള്ള വർഷങ്ങൾ ലീപ്പ് ഇയർ അല്ല. പക്ഷെ അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ഓർത്തോളണം. 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിലും 100 കൊണ്ട് ഭാഗിക്കാവുന്ന വർഷങ്ങൾ ലീപ്പ് ഇയേഴ്സ് അല്ല. ഈ 400 കൊണ്ട് ഭാഗിക്കാവുന്ന വർഷങ്ങൾ ലീപ്പ് ഇയർ ആണ്. 2000, 2400 അവയുടെ ലീപ്പ് ഇയർ ആണ്. 100 കൊണ്ട് ഭാഗിക്കാമെങ്കിലും 400 കൊണ്ട് ഭാഗിക്കാമെന്നുള്ള കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അവയെല്ലാം ലീപ്പ് ഇയർ ആണ്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അടുത്ത ഈ ഡേ നമ്മൾ നമ്പർ ചെയ്യുന്നത് ഈ സൺഡേ 0, മൺഡേ 1, ട്യൂസ്ഡേ 2 ഡേ നമ്പറിംഗ് ആണ്. ഡേ നമ്പറിംഗ് ട്യൂസ്ഡേ 2, വെനസ്ഡേ 3, തേഴ്സ്ഡേ 4, ഫ്രൈഡേ 5, സാറ്റർഡേ 6. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സൺഡേ 0 എന്ന് മാർക്ക് ചെയ്യുന്നത്? അതിന് കാരണം ഇതാണ്. പിന്നെ 1 ജാനുവരി 1 AD 1-ാം വർഷം 1 ജാനുവരി മൺഡേ ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ മൺഡേ 1 ആയതുകൊണ്ട് സൺഡേ 0 ആകും. ആ ഒരു കൺസെപ്റ്റ് ത്രൂ ഔട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ 7 ദിവസങ്ങൾ സൺഡേ ടു സാറ്റർഡേ അത് 1, 2, 3, 7 വരെ അല്ല, മറിച്ച് സൺഡേ 0, സാറ്റർഡേ 6 ആണ് എടുക്കുന്നത്. ഈ ഓർഡറാണ് എടുക്കുന്നത്. അത് 1 ജാനുവരി 1 AD മൺഡേ ആയതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഓഡ് ഡേയ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഏതെങ്കിലും വർഷം, ഏതെങ്കിലും പീരീഡ് വന്നു കഴിഞ്ഞാൽ
വീക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. വീക്സ് കഴിഞ്ഞ് വരുന്നതാണ് ഓഡ് ഡേയ്സ്. In a given period, the number of days more than the complete weeks are called odd days. ഇപ്പോൾ വീക്കിൽ കാണാൻ കഴിഞ്ഞാൽ ഇപ്പോൾ 7 കൊണ്ട് ഹരിക്കുക, 7ൻ്റെ ആ സംഖ്യ മാറ്റിക്കഴിഞ്ഞാൽ വരുന്നത് ഓഡ് ഡേയ്സ് ആണ്. In a given period of time, the number of days more than the complete weeks are called odd days. January has 3 odd days because it has 31 days. 31 days ഉള്ളപ്പോൾ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ 28 പോയി, ബാക്കി 3 വരും, 3 odd days. ഫെബ്രുവരി അത് ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ദിവസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ 28. ഇപ്പോൾ 28 ആണെങ്കിൽ ലീപ്പ് ഇയറിൽ ഓഡ് ഡേ ഇല്ല. ലീപ്പ് ഇയറിൽ ഫെബ്രുവരി ആണെങ്കിൽ ഒരു ഓഡ് ഡേ വരും, 29 ദിവസം. മാർച്ച് ഹാസ് 3 odd days, കാരണം മാർച്ച് 31 days ആണ്, അപ്പോൾ 3 odd days. ഏപ്രിൽ 30 days, 2 odd days. ആൻഡ് സോ ഓൺ എന്ന് വായിക്കുക. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ 100 years, ഒരു 100 വർഷത്തെ ഓഡ് ദിവസം കണക്ക് കൂട്ടിയാൽ 5 എന്ന് കിട്ടും. അതിൻ്റെ കാൽക്കുലേഷൻ സെപ്പറേറ്റ് കാണിക്കാവുന്നതേ ഉള്ളൂ. ഈ ലീപ്പ് ഇയറിൻ്റെ കണക്കെടുക്കാൻ, ലീപ്പ് ഇയറിൻ്റെയും ഓർഡിനറി ഇയറിൻ്റെ കണക്കെടുത്ത് വേണം കൂട്ടാനായിട്ട്. അങ്ങനെ കണക്ക് കൂട്ടി എടുത്താൽ 5 ഓഡ് ഡേയ്സ് വരും 100 വർഷത്തിന്. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ 200 years, അത് 3 വരുള്ളൂ. കാരണം ഒരു 100 വർഷത്തിന് 5 ഓഡ് ഡേയ്സ്, 200 വർഷത്തിന് 10 ഓഡ് ഡേയ്സ്. 10 ഓഡ് ഡേയ്സിൽ 7 അങ്ങോട്ട് മാറ്റാമല്ലോ, വീക്കിൻ്റെ മാറ്റാം. 7 മാറ്റി കഴിഞ്ഞാൽ 3 ഓഡ് ഡേയ്സ്. അതുപോലെ 300 നമുക്ക് കൂട്ടാം. 300 ആകുമ്പോൾ നമുക്ക് 3 + 5 8 കിട്ടും. 7 × 1 ഒരു ഓഡ് ഡേ, അങ്ങനെ പോകും. എത്ര വർഷത്തിൻ്റെ ഓഡ് ഡേയ്സ് കണക്കൂട്ടിയെടുക്കുക. ഇപ്പോൾ ഓഡ് ഡേയ്സിൻ്റെ പ്രോബ്ലം ഷുവറാണ്. ഈ ഓഡ് ഡേയ്സിൻ്റെ മീനിങ് അറിയാമോ? ഇന്നത്തെ ദിവസം അതായത് ഇപ്പോൾ ഇന്ന് 30 ജൂൺ 2021 ആണെങ്കിൽ ഈ 30 ജൂൺ 2022 ദിവസം എന്തായിരിക്കും? അത് ഒരു ദിവസം അഡ്വാൻസ് ചെയ്യും. ഇന്ന് വെനസ്ഡേ ആണെങ്കിൽ അടുത്ത കൊല്ലം ഇതേ ദിവസം ഈ 30-ാം തീയതി അത് തേസ്ഡേ ആയിരിക്കും. ഒരു ദിവസം അഡ്വാൻസ് ചെയ്യും ആ ഓഡിയോ വരുമ്പോൾ. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഒരു പ്രത്യേക ഡേറ്റിൻ്റെ ഡേ മുന്നോട്ട് അഡ്വാൻസ് ചെയ്യും. അതാണ് ഐഡിയ. ഓരോ വർഷം ഇപ്പോൾ ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ദിവസം അഡ്വാൻസ് ചെയ്യണം. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ദിവസം അഡ്വാൻസ് ചെയ്യും. ഓർഡിനറി വർഷമാണെങ്കിൽ 1 ദിവസമാണ് അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊരു ക്വസ്റ്റ്യനാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഇറ്റ് വാസ് സൺഡേ ഓൺ January 1, 2006. വാട്ട് വാസ് ദ ഡേ ഓഫ് ദി വീക്ക് ഇൻ January 2010? അപ്പോൾ 2010-നകത്ത് നമുക്ക് ഇവിടെ നോക്കി ഒരു വർഷം കഴിയുമ്പോൾ ഒരു ദിവസം അഡ്വാൻസ് ചെയ്യുള്ളൂ. അപ്പോൾ 7 ആകുമ്പോൾ നമുക്ക് വരുന്നത് മൺഡേ ആയിരിക്കും. 8 ആകുമ്പോൾ നമുക്ക് വരുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. 9 ആകുമ്പോൾ നമുക്ക് വരുന്നത് വെനസ്ഡേ ആയിരിക്കും. 10 ആകുമ്പോൾ നമുക്ക് വരുന്നത് തേസ്ഡേ ആയിരിക്കും. അങ്ങനെ തേസ്ഡേ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ തേസ്ഡേനകത്ത് ഇല്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഒരു ലീപ്പ് ഇയർ അടക്കം വരുന്നുണ്ട്. 2008 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 2 ദിവസം അഡ്വാൻസ് ചെയ്യും. അപ്പോൾ 2 ദിവസം അഡ്വാൻസ് ചെയ്യുമ്പോൾ നമുക്ക് തേസ്ഡേക്ക് ഒരു ഫ്രൈഡേ കിട്ടും. മൊത്തം 4 ഓഡ് ഡേയ്സിന് പകരം ഇവിടെ 5 ഓഡ് ഡേയ്സ് വരും. 5 ഓഡ് ഡേയ്സ് വന്നാൽ എത്രയാണ്? സൺഡേ 0 ആണല്ലോ. സൺഡേ 0 ആണ്. ഫ്രൈഡേയുടെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ, അത് 5 ആണ്. അപ്പോൾ 5 ഓഡ് ഡേയ്സ് കഴിയുമ്പോൾ ഫ്രൈഡേ കിട്ടും. അതിവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കുക. അപ്പോൾ അത് മുകളിലത്തെ വായിക്കുകയാണെങ്കിൽ താഴത്തെ വയ്ക്കുക. താഴത്തെ അവർ ഒരു ദിവസം മുന്നിട്ടെടുത്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കറക്റ്റ് ദിവസം താഴെ ചെയ്തിട്ടുണ്ട്. 1 January 2006 സൺഡേ. ആ മുകളിലത്തത് തലേദിവസം വെച്ചുള്ള കണക്ക് കൂട്ടലാണ്. ഇത് നമ്മൾ കറക്റ്റ് ഡേ വെച്ച് തന്നെ താഴെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചോപ്പോഷി കാണുന്നത് 1 January 2006 സൺഡേ. 1 January 2007 മൺഡേ. 1 January 2008 ട്യൂസ്ഡേയിലെ വെനസ്ഡേ ആണ്. കാരണം ഇറ്റ്സ് എ ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ ആയതുകൊണ്ട് 2 ദിവസം അഡ്വാൻസ് ചെയ്യും. 1 January 2009 ഈസ് തേസ്ഡേ. അതിന് 1 January 2010 ഈസ് ഫ്രൈഡേ. ദാറ്റ് ഈസ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് 28th May 2006? ഈ 2006 28th May ഏത് ദിവസമായിരുന്നു? തേസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ? ആൻസർ ഈസ് ഡേ, സൺഡേ ആണ്. അതിൻ്റെ ഉത്തരം എങ്ങനെ ഇട്ട് നോക്കാം നമുക്ക്.
അതിന് ഉത്തരം അല്പം കാൽക്കുലേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. 28 May 2006, അത് നമ്മൾ ആ ഡേറ്റ് കണക്ക് കൂട്ടുമ്പോൾ 2005 ഇയേഴ്സ്, കാരണം 2006 2005 കൊല്ലം. പിന്നെ നമുക്കൊരു പീരീഡ് 2006 to 28 May 2006. അപ്പോൾ ഓഡേഴ്സ് കണക്ക് കൂട്ടാം. ഈ ഓഡേഴ്സ് കണക്ക് കൂട്ടുമ്പോഴേ പിന്നെ ഈ 2005 ഓഡേഴ്സ് കണക്ക് കൂട്ടും. 2005 ഓഡേഴ്സ്, ആ 1600 വർഷം നമ്മൾ ഓഡേഴ്സ്, 1600 വർഷത്തിന് ഓഡേഴ്സ് കണക്ക് കൂട്ടിയാൽ നമുക്ക് പൂജ്യമാണ്. കാരണം 400 വർഷത്തിന് ഓഡേഴ്സ് പൂജ്യമാണല്ലോ. 400 മൾട്ടിപ്പിളാണ് 1600. അപ്പോൾ 1600 വർഷത്തിന് ഓഡേഴ്സ് പൂജ്യമാണ്. അടുത്ത 400 വർഷത്തിനും ഓഡേഴ്സ് പൂജ്യമാണ്. പിന്നെ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 5 വർഷം. 5 വർഷം പിന്നെ കുറച്ച് മാസം വരും, മാസം ദിവസം വരും. അപ്പോൾ 5 വർഷത്തിന് 2005 അപ്പോൾ 2000 കഴിഞ്ഞ് നമുക്ക് 5 വർഷത്തിന് ഒരു ലീപ്പ് ഇയർ വരും, 4 ഓർഡിനറി ഇയർ വരും. സോ 4 ഓർഡിനറി ഇയർ പ്ലസ് 1 ലീപ്പ് ഇയർ. അപ്പോൾ 4 ഓർഡിനറി ഇയറിന് നമുക്ക് 4 ദിവസം കിട്ടും. പിന്നെ ഒരു ലീപ്പ് ഇയർ 2 ദിവസം കിട്ടും. അങ്ങനെ 6 ഓഡേയ്സ് കിട്ടും. 6 ഓഡേയ്സ്. അപ്പോൾ ഓഡേയ്സ് എല്ലാവർക്കും ടാബ്ലേറ്റ് ചെയ്യാം. ഓഡേയ്സ് എല്ലാം ഇവിടെ ടാബ്ലേറ്റ് ചെയ്യാം. ഇനി മറ്റേ മാസമില്ല, ജനുവരി മുതൽ മെയ് 28 വരെ മാസങ്ങളുണ്ട്. ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 28. അത് 148 ഡേയ്സ് കിട്ടും. ആ 148 ഡേയ്സിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21 കറക്റ്റായിട്ട് പോകും. ബാക്കി 1 ഡേ വരും, 1 ഓഡ് ഡേ. അപ്പോൾ ആകെ ഓഡേഴ്സ് എത്രയാണ്? 1600-ൻ്റെ 0, 400-ൻ്റെ 0, ബാക്കി 5 വർഷത്തിൻ്റെത് 6, പിന്നെ ഈ മാസങ്ങളുടെ നമുക്ക് 1 കിട്ടും. അങ്ങനെ 7 ഓഡേഴ്സ് കിട്ടും. 7 എന്ന് പറഞ്ഞാൽ 0 ഓഡേഴ്സാണ്. അപ്പോൾ ഗിവൺ ഡേയ്സ് സൺഡേ ഇറ്റ് സെൽഫ്, ആ തന്നിരിക്കുന്ന ഡേ തന്നെയായിരിക്കും. തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നതല്ല, ഉത്തരാണ്. സൺഡേ ആണ് ഉത്തരം. ആൻസർ ഈസ് സൺഡേ. ആൻസർ ഈസ് ഡി. അപ്പോൾ നമുക്ക് പ്രീവിയസ് വേണ്ട. പ്രീവിയസ് ഇല്ലാതെ തന്നെ ഇങ്ങനെ പിന്നെ ദിവസം കണക്കൂട്ടി എടുക്കുക. പ്രീവിയസ് ഇല്ലാതെ തന്നെ. കാരണം ഫസ്റ്റ് എ ഡി ജാനുവരി 1 മൺഡേ ആണല്ലോ. ആ ഇന്ത്യ വെച്ച് കണക്കൂട്ടിയത് നമ്മൾ. അപ്പോൾ അത് വന്നാൽ അതിന് ഓൾഡേ വടന്ന് കിട്ടണം. ഇവിടെ 0 കിട്ടിയതുകൊണ്ട് സൺഡേ വരും. സൺഡേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് 17th January 1998? ഇതിപ്പോഴുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഡേ January 1 മൺഡേ എന്നുള്ള കൺസെപ്റ്റീവാണ് ചെയ്യുന്നത്. 1998 17th June 1998 ഏത് ദിവസം ആയിരുന്നു? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ഇവിടെ നമ്മൾ മുമ്പത്തെ അതേ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ഓപ്ഷൻ സി ആണ്, വെനസ്ഡേ ആണ്. എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഓ ഡേയ്സ് കണക്കൂട്ടി എടുക്കണം. ഓ ഡേയ്സ് 17th June 1998 ആണ്. അപ്പോൾ അതൊരു വർഷം നമുക്ക് 1997 ഇയേഴ്സ് ഉണ്ട്. പിന്നെ ഒരു പീരീഡ് 1198 to 1796 വരെ. അപ്പോൾ ഓ ഡേയ്സ് 1600 0 ആണ്. പിന്നെ ഒരു 300 വർഷത്തിന് നമുക്ക് അറിയാം 5 ഇൻറ്റു ഓരോ 100 വർഷത്തിനും 5 വെച്ചുണ്ട്. 5 ഇൻറ്റു 3 15, 15-ൽ നിന്ന് 14 പോകാം. ആഴ്ചയുടെ മൾട്ടിപ്പിള്. ബാക്കി നമുക്ക് 1 വരും. അപ്പോൾ 97 ഇയേഴ്സ് ഹാസ് 24 ലീപ്പ് ഇയേഴ്സ്. 97 ഇയറിൽ 24 ലീപ്പ് ഇയർ വരും. 4 കൊണ്ട് കൃത്യമായിട്ട് വെട്ടുമ്പോൾ നമുക്ക് 24 പ്രാവശ്യം കൃത്യമായിട്ട് വെട്ടാൻ പറ്റുള്ളൂ. 24 ലീപ്പ് ഇയർ വരും. ബാക്കി 73 ഓർഡിനറി ഇയർ വരും. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ 97 ഇയേഴ്സ്, 24 ലീപ്പ് ഇയറിൻ്റെത് 24 × 2, 73 ഓർഡിനറി ഇയറിൻ്റെത് 73 × 1. അങ്ങനെ നമുക്ക് 121. 121-നെ നമ്മൾ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് അടങ്ങുന്ന സംഖ്യ ഹരിച്ചിട്ട് ഇപ്പം 119 ഡിവൈഡ് നോക്കുക. അപ്പോൾ 7 പോയി കഴിഞ്ഞാൽ അവിടെ 5 51, 49 പോയിട്ട് 2 ഓഡ് ഡേയ്സാണ് കിട്ടുന്നത്. 2 ഓഡ് ഡേയ്സ്. അപ്പോൾ ഓഡ് ഡേയ്സ് നമുക്ക് ടാബുലേറ്റ് ചെയ്യാം. ഓഡ് ഡേയ്സ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
January 31, February 28, March 30, April 30, May 31, January 17, 168. ഈ 168 ഡേയ്സ് എന്ന് പറഞ്ഞാൽ അതിന് 7 കൊണ്ടിരിക്കുമ്പോൾ 24 വീക്സ് എന്ന് കിട്ടും കൃത്യം. അപ്പോൾ 0 ഓഡ് ഡേ. അപ്പോൾ എല്ലാ ഓഡ് ഡേയും കൂടി കൂട്ടിയാണ് നമ്മൾ 1600-ൻ്റെയും 300-ൻ്റെയൊക്കെ ഓഡ് ഡേയ്സ് കൂട്ടിയാണ്. അപ്പോൾ 0 + 1 + 2 + 1 2 3 എന്ന് കിട്ടും. 3യുടെ നമ്പർ ഏതാണ്? വെനസ്ഡേ ആണ്. കാരണം മൺഡേ 1, ട്യൂസ്ഡേ 2, വെനസ്ഡേ 3 അല്ലേ? അപ്പോൾ 3 ആണ് ആ ദിവസം. 3 അല്ലെങ്കിൽ അതിൻ്റെ ആ ഡേ വെനസ്ഡേ ആണ് ആ ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഡേ ഓഫ് ദ വീക്ക് 15th August 2010? ഇതും അതേ ഡേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാവുന്നതാണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ എന്നാണ്. ഇവിടെ നമ്മൾ ഓഡ് ഡേയ്സ് ഇവാലുവേറ്റ് ചെയ്യണം. 15 August 2010. അപ്പോൾ അതിൻ്റെ വർഷം കണക്ക് കൂട്ടുമ്പോൾ 2009 ഇയേഴ്സ് വരും. പിന്നെ പീരീഡ് 1110 to 15/8/2010. ഓഡ് ഡേയ്സിന് 600 years 0, ഓഡ് ഡേയ്സിന് 400 years 0, ആർ റിമൈനിങ് 9 years. 9 yearsൽ 2 ലീപ്പ് ഇയർ വരാം. 2 ലീപ്പ് ഇയർ പ്ലസ് 3 ഓർഡിനറി ഇയേഴ്സ്, that is equal to 2 into 2 plus 7 into 1, 11 days, which is 4 odd days. 11 minus 7, 4 odd days. പിന്നെ മാസത്തിന് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് മന്തിൻ്റെ ഓഡ് ഡേയ്സ് കണക്ക് കൂട്ടുമ്പോൾ ജാനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31 അങ്ങനെ എഴുതി ഓഗസ്റ്റ് 15 വരെയാണ്. അപ്പോൾ അത് 227 ഡേയ്സ് കിട്ടും. 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 32 കൃത്യാടങ്ങും. ബാക്കി പോയിട്ട് 3 ഡേയ്സ് വരും. 3 ഓഡ് ഡേയ്സ്. അവയെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്നത് ആകെ ഓഡ് ഡേയ്സ്. ആദ്യത്തത് 0, രണ്ടാമത്തെ 0, പിന്നെ ഒരു 4, പിന്നെ ഇപ്പോൾ കിട്ടുന്നത് 3, അങ്ങനെ 7. 7 എന്ന് പറഞ്ഞാൽ 0 തുല്യം. 0 ഓഡ് ഡേ, 0 വരുന്നത് സൺഡേ ആണ്. അറിയാമല്ലോ, സൺഡേയുടെ നമ്പർ 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടുഡേ ഈസ് മൺഡേ, ആഫ്റ്റർ 61 days ഇറ്റ് വിൽ ബി. അത് വളരെ സിമ്പിളാണല്ലോ. 61 days നമ്മൾ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 8 56 പോയിട്ട് നമുക്ക് കിട്ടുന്നത് 5 ദിവസമാണ്. 5 ഓഡ് ഡേയ്സ് ആണ്. 5ൻ്റെ നമ്പർ അത് നോക്കുക നമ്മൾ. ബി ശരിയാകത്തില്ലല്ലോ. ഏപ്രിൽ ആഫ്റ്റർ 61 days. ടുഡേ ഈസ് മൺഡേ, ആഫ്റ്റർ 61 days ആണ്. നമുക്ക് നോക്കാം. ഇവിടെ വെനസ്ഡേ, സാറ്റർഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ഉണ്ട്. ആൻസർ ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ സാറ്റർഡേ. എങ്ങനെ ഇട്ട് നോക്കാം നമുക്ക്. ഈച്ച് ഡേ ഓഫ് ദ വീക്ക് ഇസ് റിപ്പീറ്റഡ് ആഫ്റ്റർ 7 days. 7 ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. സോ ആഫ്റ്റർ 63 days ഇറ്റ് വിൽ ബി മൺഡേ. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ ആഫ്റ്റർ 63 days ഇറ്റ് വിൽ ബി മൺഡേ. കാരണം 7ൻ്റെ മൾട്ടിപ്പിൾ 63. 60 ദിവസമല്ലേ. ഇപ്പോൾ 63 7ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഈച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് റിപ്പീറ്റഡ് ആഫ്റ്റർ 7 days. ആഫ്റ്റർ 63 days ഇറ്റ് വിൽ ബി മൺഡേ. 63 ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം മൺഡേയാണ്. അപ്പോൾ 61 ദിവസം കഴിഞ്ഞാൽ അത് സാറ്റർഡേ ആകും. സാറ്റർഡേ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 6th March 2005 is Monday, what was the day on the week of 6th March 2004? ഇത് മുന്നോട്ടാണ് പോകുന്നത്, മുന്നോട്ട്. ഇപ്പോൾ 2004 നമുക്ക് തന്നു കഴിഞ്ഞാൽ 6th March 2004 തന്നു കഴിഞ്ഞാൽ 6th March 2005 പ്രയാസമില്ല. ഒരു ദിവസം മുന്നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത് പുറകോട്ട് ചേർത്ത് പറഞ്ഞാൽ പോരെ. പുറകോട്ട് ചേർത്ത് പറഞ്ഞാൽ മതിയല്ലോ. മൺഡേയുടെ പുറകിലുള്ള സൺഡേ ആണ് ഉത്തരം. നമുക്ക് നോക്കാം. ഇവിടെ ചോയ്സ് സൺഡേ, സാറ്റർഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ഉത്തരം. ആൻസർ ഈസ് എ, സൺഡേ തന്നെയാണ്. സൺഡേ ആണ് പറയുന്നത്. എന്താണ് കാരണം? പുറകോട്ട വർഷം കണക്ക് കൂട്ടുന്നത്. അതിന് ഇത്ര എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ആലോചിക്കാവുന്നതുള്ളൂ. മുന്നോട്ടാണെങ്കിൽ ഒരു ദിവസം അഡ്വാൻസ് ചെയ്യും. പുറകോട്ടാണെങ്കിൽ ഒരു ദിവസം നമ്മൾ മുന്നോട്ട് മാറ്റി പറയേണ്ടി വരും. ദ ഇയർ 2004 ഈസ് എ ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ പറയാൻ കാര്യം, പക്ഷെ ഇവിടെ മാർച്ച് കഴിഞ്ഞാണല്ലോ.
ആ 2004 ആ ലീപ്പ് ഇയർ ആണെങ്കിലും അതിൽ നമ്മൾ പിന്നെ ഫെബ്രുവരി കണക്ക് കൂട്ടണ്ട. 2000 മാർച്ച് മുതൽ 2005 മാർച്ച് വരെയല്ലേ വരുന്നത്. അപ്പോൾ ലീപ്പ് ഇയർ വരുന്നില്ല. ലീപ്പ് ഇയറിൻ്റെ പ്രശ്നം അവിടെ ഫെബ്രുവരി വരുന്നില്ല. അപ്പോൾ ആ വരുന്നില്ല എന്നുള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. The year 2004 is a leap year, so it has 2 odd days. But February 24 are not included because we are calculating from March 2004 to 2005, so it has 1 odd day only. Therefore, on 6th March 2005 will be a day beyond the day of 6th March 2004, given that 6th March 2005 is Monday. Therefore, 6th March 2004 is Sunday. One day before 6th March 2005. ഒരു ദിവസം നമ്മൾ മുന്നോട്ട് മാറ്റി പറയണമെന്നുള്ളത്. ഈ സിസ്റ്റമുള്ള ശേഷമുള്ള വർഷമാണെങ്കിൽ ഒരു ദിവസം പിന്നോട്ട് മാറ്റണം. മുന്നുള്ള വർഷമാണെങ്കിൽ ഒരു ദിവസം മുന്നോട്ട് മാറ്റണം. അത് ലീപ്പ് ഇയർ ഒഴിച്ച്, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ദിവസം മാറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ വാട്ട് ഡേയ്സ് ഏപ്രിൽ 2001 ഡിഡ് വെനസ്ഡേ ഫാൾ? 2001 കലണ്ടറിലെ ഏപ്രിൽ മാസത്തിലെ ഈ വെനസ്ഡേകൾ ഏതെല്ലാം ദിവസം വരും? വെനസ്ഡേകൾ 2001 ഏപ്രിലെ വെനസ്ഡേകൾ ഏതെല്ലാം ദിവസം വരും? 1st, 8th, 15th, 22nd, 29th, B, 2nd, 9th, 16th, 23rd and 30th, C, 3rd, 10th, 17th, 24th, 4th, 11th, 18th and 25th. അതൊന്ന് നോക്കുക. ആൻസർ ഡി ആണ്. ആൻസർ ഡി. 4th, 11th എന്ന് തുടങ്ങുന്ന ചോയ്സാണ്. വി ഷാൽ ഫൈൻഡ് ഡേ ഓൺ 1st April 2001. 1st April 2001 ഡേ നമുക്ക് കണക്കൂട്ടി നോക്കാം. 1st April 2001, 2000 years plus period from 1/1/2001 to 1/4/2001. Odd days in 16 years 0, odd days in 400 years 0. January, February, March, April, 3 months. 31 plus 28 plus 31 plus 1, 91 days, 0 odd days, because 91 is divisible by 7. So total number of odd days is 0. 0 plus 0 plus 0, 0. On 1st April 2001, it was Sunday. It was Sunday. In April 2001, Wednesday falls. അപ്പോൾ ഫസ്റ്റ് സൺഡേ ആണെങ്കിൽ വെനസ്ഡേ എന്ന് വരും. വെനസ്ഡേ വരുന്നത് വെനസ്ഡേ 4th ഡേ ആണല്ലോ. സൺഡേ 1. 1st April 2001 ഈസ് സൺഡേ ആണ്. ഇപ്പോൾ സൺഡേ ഇവിടെ 1 ആയിട്ടാണ് വരുന്നത്, 1. അപ്പോൾ വെനസ്ഡേ വരുന്നത് 4th ആയിരിക്കും. 4th സൺഡേ 1 ആണെങ്കിൽ 4th, 11th, 18th, 25th അങ്ങനെ വരും. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എക്സ് വീക്സ് എക്സ് ഡേയ്സ്? എക്സ് വീക്സ് എക്സ് ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ദിവസം വരും എന്നുള്ളത്. 7x square 8x 14x 7. How many days are there in x weeks x days? 7x square 8x 14x 7. Answer is 8x. You look here, answer is 8x. The reason is x weeks, that is 7x days. Plus x days. 7x plus x is 8x. 8x days. Answer. It's a simple question. The last day of a century cannot be. ഒരു നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദിവസം ഏത് വരാൻ പാടില്ല? ഒരു നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദിവസം ഏതാണ് വരാൻ പാടില്ലാത്തത്? മൺഡേ, വെനസ്ഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ. ഇതിൽ ഏത് വരാൻ പാടില്ല? ദി ലാസ്റ്റ് ഡേ ഓഫ് എ സെഞ്ചുറി, ഒരു നൂറ്റാണ്ടിൻ്റെ അവസാന ദിവസം ഇതിൽ ഏത് വരാൻ പാടില്ല? ആൻസർ സി ആണ്. ട്യൂസ്ഡേ വരത്തില്ല. ട്യൂസ്ഡേ മാത്രമല്ല, വേറെയും ദിവസമുണ്ട്. നമുക്ക് ഏകം നോക്കാം. ആ വേറെയുള്ള ദിവസം ചോയ്സിനകത്തില്ലെന്ന് മാത്രം.
100 years contain 5 odd days. The last day of first century is Friday, number 5, Friday. 200 years contain 5 into 10. That is 10 minus 7, 3 odd days. Last day of second century is Wednesday. 300 years contain 15, 5 into 3, that is 15, is 1 odd day. Last day of third century is Monday. 1 is the number of Monday. 400 years contain 0 odd days. That is last day of fourth century is Sunday. അപ്പോൾ ഈ 400 വരെയുള്ള സെഞ്ചുറി എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ദിവസങ്ങളെല്ലാം ഒന്നുകിൽ ഫ്രൈഡേ അല്ലെങ്കിൽ വെനസ്ഡേ, മൺഡേ, സൺഡേ ആണ്. ഈ 4 ദിവസം വരാം. ഇതങ്ങനെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. സോ ലാസ്റ്റ് ഡേ ഓഫ് ദി സെഞ്ചുറി കനോട്ട് ബി ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ. തേഴ്സ്ഡേയും സാറ്റർഡേയും നമ്മുടെ ചോയ്സിനകത്ത് ഇല്ല. നമ്മുടെ ചോയ്സിനകത്ത് വരുന്നത് ട്യൂസ്ഡേ ആണ്. അതുകൊണ്ട് ട്യൂസ്ഡേ ആണ് ശരി. ബാക്കിയെല്ലാം ദിവസങ്ങളും സെഞ്ചുറിയുടെ അവസാനം വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. On 8th February 2005, which was Tuesday, what was the day of the week 8th February 2004? ഇത് മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ഒരു ലീപ്പ് ഇയറിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം പുറകിലോട്ട് പോകണം. അഡ്വാൻസ് അല്ല, പുറകിലോട്ട് പോകണം. അപ്പോൾ 2 ദിവസം പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര ഏത് കിട്ടണം? ഇവിടെ തന്നിരിക്കുന്നത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ സൺഡേ വരാം. സൺഡേ ആണെന്ന് നോക്കിയ ഉത്തരം. ആൻസർ ഈസ് സി, സൺഡേ. സൺഡേ കറക്റ്റാണ്. അതിൻ്റെ കാരണം ഒന്ന് വായിച്ചു നോക്കിയേ. ലീപ്പ് ഇയറിൻ്റെ പ്രശ്നം അവിടെ വരുന്നുണ്ട്. ലീപ്പ് ഇയറിലെ ഫെബ്രുവരി മാസം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. The year 2004 is a leap year. It has 2 odd days. Therefore, the day of 8th February 2004 is 2 days before the day on 8th February 2005. Hence, the day is Sunday. That is all with your 42nd class. We continue our general aptitude in the next class. Thank you very much.